ഹായ് വെൽക്കം ടു ഇച്ചൂസ് 369 വ്ളോഗ്സ്. ഇന്ന് ഇച്ചൂസിന് സ്കൂൾ തുറക്കാണ് കേട്ടോ. അതിൻ്റെ ഒരു യുദ്ധത്തിലാണ് ഞങ്ങളും അവനും തമ്മിലുള്ളത്. അപ്പോൾ ഇക്ക പറഞ്ഞു അവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം എന്ന് വെച്ചാൽ അവനെ ഒരിക്കലെല്ലാം നിർത്തിത്തരാം, നീ അടുക്കളയിലെ കാര്യങ്ങളെല്ലാം നോക്കാൻ എന്ന് വെച്ചാൽ രാവിലത്തെ ഭക്ഷണവും കാര്യങ്ങളും എല്ലാം ഒന്നും ആയില്ലായിരുന്നു, അവനുമായിട്ടുള്ള ഒരു മൽപ്പിടുത്തത്തിലായിരുന്നു ഞാൻ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇക്ക അവനെ കൊണ്ടുപോയി കുളിപ്പിച്ച് എല്ലാം ഇറക്കി അവനൊന്ന് ഡ്രസ്സ് ചെയ്യിപ്പിക്കുകയാണ്. എന്തായാലും അവൻ തുള്ളിച്ചാടി നിൽക്കുകയാണ്. ഇന്നലെ വരെ ഞാൻ സ്കൂളിൽ പോകത്തില്ല എന്ന് പറഞ്ഞെങ്കിൽ ഇന്നായവൻ നല്ല ഹാപ്പിയാണ് കേട്ടോ. എങ്ങനെയെങ്കിലും സ്കൂളിൽ പോയാൽ മതി എന്നുള്ള ഒരു ചിന്തയിലാണ് നിൽക്കുന്നതും. അപ്പോൾ കാരണം പുതിയ ഉടുപ്പൊക്കെ ഇടാം, അത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ അതിൻ്റെ ഒരു ആവേശത്തിൽ അവൻ നിൽക്കുവാണ്. എന്തായാലും ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്കും എളുപ്പമായി, കാരണം എനിക്ക് അവൻ്റെ കാര്യങ്ങൾ നോക്കണ്ട, അതൊരു ഭാഗ്യമല്ലേ എന്തൊക്കെ പറഞ്ഞാൽ. അവൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ എനിക്ക് അടുക്കളയിലെ കാര്യങ്ങൾ നോക്കിയാൽ മതിയല്ല. ഞാനാണിപ്പോൾ ഈ ഡ്രസ്സെല്ലാം ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ അവൻ സമയത്തും കാലത്തും ഒന്നും ഇടത്തില്ല കേട്ടോ. അവനാകെ വാശിയല്ല, ഒരു കളിയാണ് അവന്. എൻ്റെ അടുത്തൊരു പ്രത്യേക കളിയും ബഹളമൊക്കെ ആയിരിക്കും. അപ്പോൾ ആണെങ്കിൽ അവൻ ഒന്ന് അടങ്ങിയൊക്കെ നിന്ന് കൊടുക്കും. അറിയാം അവൻ ആ നെയ്ക്കിലൊക്കെ ഒന്ന് നിർത്തി ഒരുക്കിയൊക്കെ വിടാൻ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. പിന്നെ ഞാനിന്ന് രാവിലെ ഇന്നലെ കവർ ചപ്പാത്തി വാങ്ങിച്ചു. അപ്പം ചപ്പാത്തിയും ചമ്മന്തിയായിരുന്നു. അപ്പോൾ രാവിലെ അതെല്ലാം ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ അതെല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചപ്പോൾ അവൻ രാവിലെ ഫുഡൊക്കെ കഴിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഞാനും ഒരുങ്ങി സ്കൂളിലോട്ടൊക്കെ ഇറങ്ങി. അപ്പോൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അവിടെ ഒരു ഡയറി മിൽക്ക് ഇരുന്നു. ആ ഡയറി മിൽക്കൊക്കെ എനിക്ക് വേണമെന്നുള്ള ഡിമാൻഡൊക്കെ വെച്ച് അങ്ങനെ കൊടുത്തപ്പോഴാണ് സന്തോഷത്തോടെയൊക്കെ ഓടിച്ചാടി കാറിൽ കയറി പോകുന്നത്. 10 മണിക്കാണ് കുട്ടികൾക്കായിട്ടുള്ള പ്രവേശനോത്സവം വെച്ചേക്കുന്നത്. ഇപ്പം തന്നെ ഞങ്ങൾ താമസിച്ചു, മണി 10 ഇനി പെട്ടെന്ന് വേണം അവിടെ എത്താനുള്ളത്. വളരെ ദൂരെയൊന്നുമല്ല കേട്ടോ, സ്കൂൾ അടുത്ത് തന്നെയാണ്. 10 മിനിറ്റുള്ള യാത്ര. 10 മിനിറ്റ് വേണമെന്ന് അറിയത്തില്ല, അത്രയുള്ള ദൂരേ ഉള്ളൂ. ആൽഫ പബ്ലിക് സ്കൂൾ ഒരു CBSE സ്കൂളാണ്. ഭയങ്കര വലിയ സ്കൂളൊന്നും ഒരു കുഞ്ഞു സ്കൂൾ, 2ാം ക്ലാസ് വരെ ഇപ്പോൾ ഉള്ളൂ. നേരത്തെ ഈ സ്കൂൾ ഇവിടെ 10 വരെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കോവിഡ് ടൈമിൽ എന്തൊക്കെ ഇഷ്യൂസ് കൊണ്ട് അവർക്ക് ക്ലോസ് ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ അവർ പിന്നെയും പുതുതായിട്ടൊക്കെ ഓപ്പൺ ചെയ്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ അറബിക്കുണ്ടല്ലോ, ദീനിയാത്തിൻ്റെ അഫിലിയേഷനും കൂടെ ഉണ്ട്. അപ്പോൾ അറബിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മറ്റൊരു പള്ളിയിലോ മദ്രസയിലോ ഒന്നും വിടേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ സ്കൂളിൻ്റെ കൂടെ തന്നെ നമുക്ക് അറബിൻ്റെ അറിവും കൂടെ അവർ നൽകുന്നതാണ്. അപ്പോൾ അതും എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു ഗുണമുള്ള കാര്യമാണ്. സ്കൂള് വിട്ടു വന്ന് പിന്നെ ഉടനെ മദ്രസയോട് അങ്ങനെ എന്തായാലും വേണ്ടല്ലോ, ഇവർ തീരെ കുഞ്ഞാണല്ലോ. അപ്പോൾ സെലിബ്രേഷനൊന്നും അവിടെ തുടങ്ങിയില്ല. ഞങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് പാരൻസ് ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ 2ാം ക്ലാസ് വരെയുള്ളൂ. അപ്പോൾ ഒരുപാടൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട, ഇത്രയൊക്കെ കുറച്ച് കുട്ടികളേ ഉള്ളൂ. പിന്നെ ഒരു കുഞ്ഞവിടെ കുറച്ച് സ്വീറ്റ്സൊക്കെ കൊണ്ടുവന്ന് ആ സ്വീറ്റാണ് ഈ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ഇച്ചുവിൻ്റെ ക്ലാസ് ടീച്ചർ അർച്ചന മിസ്സ്. ടീച്ചറിന് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ടീച്ചർ പിള്ളേരെയൊക്കെ വലയിലാക്കുന്ന ആ രീതി കാണണം. എത്ര പെട്ടെന്നാണ് ടീച്ചർ എല്ലാവരെയും വലയിലാക്കുന്നതെന്ന് അറിയോ. നല്ല കമ്പനിയാണ് കേട്ടോ ടീച്ചർ എല്ലാവരുമായിട്ട്, എല്ലാ കുട്ടികളും പാരൻസുമായിട്ട്. പിന്നെ ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ജൂൺ 5 വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ. അപ്പോൾ ഒരു ചെടി നടാനായിട്ടാണ് എല്ലാവരും കുട്ടികളും പാരൻസും എല്ലാവരും പോകുന്നത്. അപ്പോൾ ചെയർമാനാണ് അവിടെ ഒരു മാവിൻ്റെ തൈ നടുന്നത്. അപ്പോൾ അത് ചുറ്റും നോക്കി കാണാനാണ് എല്ലാവരും പോകുന്നത്. ഈ സൈഡിലാണ് കേട്ടോ സ്കൂൾ ബിൽഡിംഗ് എല്ലാം, ഇച്ചുവിൻ്റെ ക്ലാസ് റൂമും കാര്യങ്ങളും എല്ലാം. ഞാൻ പറഞ്ഞില്ലേ ചെടി നടുകയാണെന്ന്. അപ്പോൾ ഒരു മാവും തൈ അവർ വാങ്ങിക്കൊണ്ട് വെച്ചത് പൊട്ടിച്ച് വയ്ക്കുവാണ്. അപ്പോൾ അതിന് ചുറ്റും നിന്ന് എല്ലാവരും ഇങ്ങനെ നോക്കി കാണുകയാണ് തൈ നടുന്നത്. ഈ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ ക്ലാസ്സിലോട്ട് പോവുകയാണ്. ഇച്ചൂട്ടൻ്റെ ക്ലാസ്സിൽ നമ്മൾ ഇതേവരെ കയറിയില്ല എന്നല്ലോ. ഇതായിരുന്നു ഇച്ചൂട്ടൻ്റെ ക്ലാസ്സിൽ എന്താ പിന്നെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഇച്ചൂസ് ഇങ്ങനെ ഓടിക്കളിക്കുകയാണ്. പിന്നെ അവിടെ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെയാണ്. ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ ദിവസം എന്ന് പറയാം. എന്തായാലും ഇച്ചൂട്ടൻ അടിച്ചു പൊളിച്ചു എന്ന് തന്നെ പറയണം. അവനെന്തായാലും ഇഷ്ടപ്പെട്ടോ. നാളെ ടീച്ചറിൻ്റെ അടുത്ത് വരാമെന്നൊക്കെ പറഞ്ഞാൽ തിരിച്ച് വന്നത്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്തേക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.